നമ്മളുടെ ജീവിതത്തിൽ പൊസിഷനിങ്ങും റെക്കഗ്നിഷനും കറക്റ്റായി ചെയ്യാൻ സാധിച്ചാൽ നമുക്ക് റെപ്യൂട്ടേഷൻ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. നമ്മൾ മാർക്കറ്റിംഗ് ചെയ്യുന്നവരായിക്കോട്ടെ, ബിസിനസ് ചെയ്യുന്നവരായിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മൾ സമൂഹത്തിൽ പൊളിറ്റിക്സിലായിക്കോട്ടെ, നമ്മളുടെ പൊസിഷനിങ്, നമ്മൾ നിൽക്കുന്ന ഒരു സ്ഥലം, അതിനൊരു വാല്യൂ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കണം. നമ്മൾക്ക് പൊസിഷൻ ചെയ്യാൻ സാധിക്കണം. നമ്മൾ പ്രൊഡക്റ്റ് ആയിക്കോട്ടെ, നമ്മളെ തന്നെ ആയിക്കോട്ടെ, അങ്ങനെ അത് ചെയ്ത് എടുക്കുന്ന സമയത്ത് അത് ബ്രാൻഡ് ചെയ്ത് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കണം. നിങ്ങളുടെ സമൂഹത്തിൽ നിങ്ങൾക്ക് വിലയും നിലയും നിലവാരവും ഉണ്ടെങ്കിൽ അത് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുമെങ്കിൽ നിങ്ങൾ പറയുന്ന പ്രൊഡക്റ്റിന് വാല്യൂ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ആ പൊസിഷൻ ചെയ്യുമ്പോഴാണ് റെക്കഗ്നേഷൻ കിട്ടുക. അങ്ങനെ റെക്കഗ്നേഷൻ കിട്ടുന്ന നിങ്ങൾക്ക് നിങ്ങളുടെ വാല്യൂ, നിങ്ങൾ പറയുന്ന ഏത് പ്രൊഡക്റ്റും ആൾക്കാർ എടുക്കുന്ന അവസ്ഥയെത്തും. ഇത് രണ്ടും നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ നമ്മുടെ നിലവാരം കുറക്കുന്നതുകൊണ്ടാണ്, നമ്മളുടെ കഴിവില്ലായ്മ കാണിക്കുന്നതുകൊണ്ടാണ് നമ്മൾക്ക് നമ്മുടെ കസ്റ്റമറെ പോയി കാണുകയോ സംസാരിക്കുകയോ ഒന്നും പറ്റാതെ നമ്മൾ താഴ്ന്നു പോകുന്നു. അപ്പോൾ നമ്മൾ പ്രവർത്തിക്കുന്ന സ്ഥാപനത്തെക്കുറിച്ചായിക്കോട്ടെ, നമ്മളെക്കുറിച്ചായിക്കോട്ടെ, നമ്മൾ ആ പൊസിഷനിങ്, നമ്മളുടെ സ്ഥാനനിർണയം നമ്മൾ കൃത്യമായി നിലനിർത്തുകയാണെങ്കിൽ, നമ്മളുടെ വില നിലവാരം കുറയാതെ നമ്മൾ പ്രവർത്തിക്കുകയാണെങ്കിൽ നമ്മൾക്ക് റെപ്യൂട്ടേഷൻ കിട്ടും. റെപ്യൂട്ടേഷൻ ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ കൊടുക്കുന്ന സാധനം ആൾക്കാർ വാങ്ങിക്കാതിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ റെപ്യൂട്ടേഷൻ നമ്മൾ ഉണ്ടാക്കി എടുക്കണമെങ്കിൽ ഈ രീതിയിൽ പൊസിഷനിങ് നടത്തണം, റെക്കഗ്നേഷൻ നടത്തണം. അപ്പോൾ ഇങ്ങനെ നടത്തുന്ന വ്യക്തികൾക്ക് റെപ്യൂട്ടേഷൻ ഉണ്ടെങ്കിൽ ഏത് പ്രൊഡക്റ്റ് വിൽക്കുകയോ ഇല്ലെങ്കിൽ നിങ്ങളുടെ കമ്പനി ബ്രാൻഡാക്കി മാറ്റുകയോ എന്ത് വേണമെങ്കിൽ നമുക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ആ രീതിയിൽ ആയി മാറാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവർക്കും ശുഭദിനം നേരുന്നു.